ഹലോ ഗായ്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് രാവിലെ ഒക്ടോബർ 1 ഇന്ന് രാവിലെ നല്ല ഫ്രഷ് ഷാർട്ടിൽ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചിന്താഗതിയിൽ ഒരു സംഭവം വന്നു. മഹാഭാരത യുദ്ധം. എന്താണ് മഹാഭാരതം എന്ന് ഈസി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരേ ഒരാളെ ഇപ്പോൾ ഉള്ളൂ. അത് നമ്മളെ ചാറ്റ് ജി പി ടി ആണ്. ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു എന്താണ് മഹാഭാരത യുദ്ധം. മഹാഭാരത യുദ്ധം അത് നല്ല ക്ലിയർ ആയിട്ട് ഇതാ പറഞ്ഞു തന്നു. ഇത്രയും വയസ്സായിട്ട് എനിക്ക് പ്രോപ്പർലി എനിക്കറിയില്ല എന്താണ് മഹാഭാരത യുദ്ധം എന്ന് എനിക്കറിയില്ല. ഈ ചാറ്റ് ജി പി ടി എനിക്ക് പറഞ്ഞു തന്നു. കുറേ പണ്ട് ഹസ്തിനപുര എന്ന് പറഞ്ഞൊരു കിങ്ഡം ഉണ്ടായിരുന്നു. അവിടെ 2 ഫാമിലീസ് ഉണ്ടായിരുന്നു, പാണ്ഡവാസും കൗരവാസും. അവർ ബ്രദേഴ്സായിരുന്നു, കസിൻസായിരുന്നു. ഈ പാണ്ഡവാസ് എന്ന് പറയുമ്പം അവർ 5 പേരാണുള്ളത്: യുധിഷ്ഠിര, ഭീമ, അർജുന, നകുല, സഹദേവ. കൗരവാസ് എന്ന് പറഞ്ഞാൽ 100 പേരുണ്ട്. അതായത് 100 ബ്രദേഴ്സ്. അതിൻ്റെ മെയിൻ ഒരു ദുര്യോധന എന്ന് പറയുന്ന കിങ് ആയിരുന്നു. അവർ ഈ 2 ഫാമിലീസും കൂടെ ഈ ഡൈസ് ഗെയിം ഉണ്ടല്ലോ, എന്താ അതിന്, പകിട കളിച്ചിട്ട് ഈ പാണ്ഡവാസിനെ തോൽപ്പിച്ചു. പാണ്ഡവാസിനെ എങ്ങനെ തോൽപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് ചീറ്റിങ്ങിൽ കൂടെയാണ് തോൽപ്പിച്ചത്. പാണ്ഡവാസ് അവരെ കിങ്ഡമും അവരെ ഭാര്യയായ ദ്രൗപദിയും എല്ലാം നഷ്ടപ്പെട്ടു. അവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവർ 13 വർഷം ഒളിവിൽ പോയി. 13 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ഭയങ്കര വിഷമം തോന്നി. അവർക്ക് അവരെ കിങ്ഡം തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കൗരവസിനോട് പോയി ചോദിക്കുന്നുണ്ട്, നമുക്ക് നമ്മളെ ഇത് തിരിച്ചു തരണം. പക്ഷേ അവരൊക്കെ കൊടുക്കുമോ? കൗരവാസ് പറഞ്ഞു ഇല്ല, തരില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു 18 ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധം നടന്നു. കുരു എന്ന് പറഞ്ഞൊരു കിങ്ഡത്തിന് വേണ്ടിയിട്ടാണ് ഈ കുരുക്ഷേത്ര യുദ്ധം നടന്നത്. ഓക്കെ, നമ്മളെ ഭീഷ്മ, ദ്രോണ, കർണ, അർജുന അവരെല്ലാവരും ഉണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ. നമ്മളെ കൃഷ്ണ ഭഗവാനില്ലേ, ആളാണ് ഈ അർജുനൻ്റെ ഈ സാരഥി. മറ്റേ ഈ ഹോർസിൻ്റെ വണ്ടി ഓടിക്കുന്ന ആളല്ലേ അത്. ഇതാണ് സംഭവം. ബട്ട് വാറ് കഴിഞ്ഞപ്പോൾ അവർ കൗരവസിനെ എല്ലാവരും തോൽപ്പിച്ചു. പക്ഷേ പാണ്ഡവാസിന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവരെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം മരിച്ചു, റിലേറ്റീവ്സും എല്ലാവരും മരിച്ചു. ഇത് അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ് മഹാഭാരത. അതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. That's it, guys.